ഏറ്റവും വലിയ സൈക്കോളജി എന്താണെന്നറിയോ? ഞാൻ പറയുന്ന വാക്കുകൾ ഒരാൾക്ക് എത്രത്തോളം ഇഷ്ടമാകുന്നുണ്ട്, ഇഷ്ടമാകുന്നില്ല എന്ന തിരിച്ചറിവിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ വാക്കുകൾ ഒരാളുടെ ഹൃദയത്തിൽ എത്രത്തോളം തറക്കുന്നുണ്ട് എന്ന അവബോധത്തോടു കൂടെ സംസാരിക്കുക എന്നുള്ളതുമാണ്. ചില നല്ല ഭക്തരൊക്കെ ഉണ്ടാവും, നല്ല സൽപ്രവർത്തികളൊക്കെ ചെയ്യും, പക്ഷെ അവരുടെ വാക്ക് അതികഠിന കഠോരമായിരിക്കും. എത്രയോ ആളുകൾ അരിഞ്ഞു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശേഷിയുള്ള, പ്രഹരശേഷിയുള്ള ആയുധമായിരിക്കും അവരുടെ നാവ്. പക്ഷെ ഒരാളുടെ കരളിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കിയാൽ പോലും യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവരറിയുന്നില്ല, അവരുടെ വാക്കുകൾക്ക് ഇത്രയും മൂർച്ചയുണ്ടെന്ന് അവരറിയുന്നേയില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, അതുണ്ടാക്കിയ മുറിവ്, അതിൽ നിന്നുള്ള നീറ്റലും ഏറ്റിയാണ് അവരിപ്പോഴും നടക്കുന്നത്. അതിൻ്റെ വേദന ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ പറഞ്ഞ ആൾക്ക് ഇത് അറിയുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്പീക്കിംഗ് വിതൗട്ട് തിങ്കിങ് ഈസ് ഷൂട്ടിംഗ് വിതൗട്ട് എയിമിങ്. ഉന്നം നോക്കാതെ അമ്പ് ചെയ്യുന്ന പോലെയാണ് ചിന്തിക്കാതെയുള്ള സംസാരം. നാവ് വലിയ അപകടകാരിയാണ്. നാവിനെ ഉറയിലിടണം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും.